ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ബാഹ്യസ്പർശേഷസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത്സുഖം സഹ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയ്യം അശ്നുതേ. ബാഹ്യസ്പർശേഷു ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ അസക്താത്മാ ആസക്തി ഇല്ലാത്ത യോഗിക്ക് വിന്ദതി ആത്മനി യത് സുഖം ഏതൊരു സുഖത്തെയാണോ ആത്മനി തന്നിൽ തന്നെ വിന്ദതി അനുഭവിക്കുന്നുവോ സഹ അയാൾ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച യോഗിയായി അയാൾ സുഖം അക്ഷയ്യമശ്നുതേ നശിക്കാത്ത സുഖത്തെ അനുഭവിക്കുന്നതിനായിത്തീരുന്നു. നമുക്ക് ഭൗതികമായ എല്ലാ സുഖങ്ങൾക്കും ഒരു നാശമുണ്ട്. അത് ഏതൊരു ഭൗതിക വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന സുഖമായാലും അതെല്ലാം ആദ്യവും അന്തവും ഉള്ളവയാണ്. പക്ഷേ ഇവിടെ നശിക്കാത്ത സുഖം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്രകാരം നശിക്കാത്ത ഒരു സുഖം തരാൻ തന്നിൽ തന്നെ കുടികൊള്ളുന്ന ആ ആത്മചൈതന്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെ ഏത് പ്രകാരത്തിൽ രൂപപ്പെടുത്തി എടുക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യം പറയുന്നത്. ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും ആസക്തി ഇല്ലാത്തവനായിട്ട് ആത്മാവിൽ തന്നെ ഏതൊരു സുഖത്തിനെ അനുഭവിക്കുന്നുവോ അപ്രകാരം ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ചിരിക്കുന്ന ആത്മാവോട് കൂടിയ അയാൾ നാശമില്ലാത്തതായ സുഖത്തെ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളാൽ സന്തോഷിപ്പിക്കപ്പെടുന്നവർ അവർ അതേ വിഷയങ്ങളുടെ തന്നെ കാരണങ്ങൾ കൊണ്ട് ദുഃഖവും അനുഭവിക്കുന്നവരാകും. ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങൾ എല്ലാം ദുഃഖത്തിന് കാരണവും കൂടി ആയിത്തീരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു മദ്യപാനി അയാൾ നിത്യവും മദ്യപിക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് എന്തോ എല്ലാം ഒരു സുഖം അനുഭവപ്പെടുന്നതായി തോന്നുന്നു. അത് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ആലസ്യം എല്ലാം മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയപടി തന്നെയായിത്തീരും. അയാൾക്ക് ആ സുഖത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അത് ദുഃഖമായിത്തീരുന്നു. വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് വീണ്ടും മദ്യപിക്കുന്നു. അങ്ങനെ ആ മദ്യത്തോടുള്ള ആസക്തി വർദ്ധിച്ച് അതിൻ്റേതായ രോഗങ്ങളെയെല്ലാം ശരീരത്തിൽ ഉണ്ടാക്കിയെടുത്ത് വീണ്ടും അത് ദുഃഖത്തിന് കാരണമായി തീരുന്നു. എന്നാൽ ഇതേ മാനസികാവസ്ഥ തന്നെ അല്പസമയം മാത്രം കിട്ടുന്ന ആ ആനന്ദമാകുന്ന അനുഭൂതി ഇപ്രകാരം ആത്മാരാമന്മാർക്ക് മദ്യത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ലഭിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബാഹ്യമായ ഒരു വസ്തുക്കളെയും ആശ്രയിക്കാതെ തന്നിൽ തന്നെ സുഖം കണ്ടെത്താനുള്ള ഉപായമാണ് ഇവിടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തുക എന്നതും സ്വയം തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്താൻ വേണ്ടതായ ഉപാധികളെ ആശ്രയിക്കുക എന്നതും അങ്ങനെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ബ്രഹ്മവുമായി മനസ്സ് താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നശിക്കാത്തതായ ആ സുഖത്തെ അനുഭവിക്കാൻ യോഗ്യമായി തീരുന്നു, അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടായി തീരുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനായിക്കൊണ്ടാണ് എല്ലാ
മുൻകരുതലുകളും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളും നടത്തേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാഹ്യസ്പർശേഷസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ യേഹി സംസ്പർശദാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. യേഹി സംസ്പർശജ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധഃ. യേഹി സംസ്പർശജാ ഭോഗാഃ സ്പർശ സുഖം അതിൽ നിന്ന് ജനിക്കുന്നതായ അല്ലെങ്കിൽ സ്പർശത്തിൽ നിന്ന് ജനിക്കുന്നതായ സുഖാനുഭവങ്ങൾ അത് ദുഃഖയോനയ ഏവത് ദുഃഖത്തിന് കാരണമാകുന്നത് തന്നെയാണ്. ആദ്യന്തവന്ത കൗന്ദേയ എന്തുകൊണ്ടെന്നാൽ ആ സുഖം എല്ലാം ആദിയും അന്തവും ഉള്ളതാണ് അർജുന. തേഷു ബുധഃ ന രമതേ അതിൽ ജ്ഞാനികളായുള്ള ആളുകൾ രമിക്കുന്നില്ല അല്ലെങ്കിൽ സന്തോഷിക്കുന്നില്ല അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്നില്ല. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മളിലേക്ക് അറിവ് എത്തിച്ചേരുന്നത്. ആ അറിവിനെ ഇന്ദ്രിയങ്ങൾ മനസ്സിലേക്ക്, മനസ്സ് ബുദ്ധിയിലേക്ക്, അങ്ങനെ അതിൻ്റെ ഗതി പോകുന്നു. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിലാണ് മനസ്സ് എപ്പോഴും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ രമിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഏത് വഴിയിലേക്ക് കൊണ്ടുപോകുന്നുവോ അതിന് പിന്നാലെ നമ്മളുടെ മനസ്സ് പായുക സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഉദാഹരണമായിട്ട് നമ്മളിവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് ഗീത പഠിക്കുകയാണ്. പെട്ടെന്നാണ് അടുത്ത വീട്ടിൽ ഏതോ ഒരു നല്ല വിഭവം തയ്യാറാക്കുന്നതിൻ്റെതായ ഗന്ധം അനുഭവവേദ്യമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സ് കുറച്ച് സമയത്തേക്ക് ഈ ഗീതാ പഠനത്തിൽ നിന്ന് എന്താണ് ആ പാചകം ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലേക്ക് പോയെന്ന് വരാം. ഇനി അത് വേണ്ട, തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നമ്മളുടെ ശ്രോത്രങ്ങളിൽ പതിയുന്നത് എങ്കിൽ ആ പാട്ടിലേക്ക് നമ്മളുടെ മനസ്സ് ആകർഷിക്കപ്പെടാം. അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യം അടുത്തുണ്ടാകുമ്പോൾ അവരെ സ്പർശിക്കുക നിമിത്തം ഉണ്ടാകുന്ന ഒരു സുഖമാണെങ്കിൽ അങ്ങനെ. ഇപ്രകാരം 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും നമുക്ക് ലഭിക്കാവുന്ന സുഖങ്ങളെ അതിന് പിന്നാലെ പായുന്ന ആ മനസ്സും ഒക്കെ നൽകുന്ന ആ സുഖം എന്ന് പറയുന്നത് ആദിയും അന്തവും ഉള്ളവയാണ് എന്നാണ്. എന്നാൽ അറിവുള്ളവരാണെങ്കിൽ ഇപ്രകാരമുള്ള ആ സുഖത്തിൽ രമിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ എല്ലാം തുടക്കവും ഒടുക്കവും ഉള്ളതുകൊണ്ട് അത് ദുഃഖത്തിന് കാരണം തന്നെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നമ്മളെ ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള സുഖത്തിന് പിന്നാലെ പാഞ്ഞിട്ട് എന്താണ് പ്രയോജനം ഉള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് സുഖമുണ്ടാവുക, പിന്നീട് അതില്ലാതാവുക, പിന്നീട് സുഖമുണ്ടാവുക, പിന്നീട് ഇല്ലാതാവുക, അങ്ങനെ സുഖവും ദുഃഖവും ആയിട്ട് ഇങ്ങനെ മനസ്സ് മുകളിലോട്ടും താഴോട്ടും ചാഞ്ചാടുന്ന ആ അവസ്ഥയിൽ നിന്ന് മോചിച്ച് ആ മനസ്സിനെ മിതമായ സുഖവും മിതമായ ദുഃഖവുമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ദുഃഖങ്ങളില്ലാതെ സുഖങ്ങൾ ഇല്ലാതെ ഉള്ള ഒരു രീതിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് യോഗമാർഗത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യസ്ഥാനം എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ എല്ലാം ഒഴിവായ ഒരു യോഗിക്ക് ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം സ്വമേധയാ വന്നു ചേരും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു.
യേ ഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധാഃ. ശക്നോതി ഹ വയസ്സോടും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ശക്നോതി ഇഹ ഏവ യഹ സോടും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സഹ യുക്തഃ സഹ സുഖീ നരഃ. ശക്നോതി ഇഹ ഏവ യഹ സോടും പ്രാക് ശരീരവിമോക്ഷണാത്. പ്രാക് ശരീരവിമോക്ഷണാത് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ കാമക്രോധോദ്ഭവം വേഗം, ഈ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായ ആ ക്ഷോഭത്തെ സോടും ഇഹ ശക്നോതി, ആർക്കാണോ സഹിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കുന്നത്, സഹ യുക്തഃ സഹ സുഖീ നരഃ, അയാൾ യോഗയുക്തനാകുന്നു അല്ലെങ്കിൽ യോഗിയാകുന്നു. സഹ സുഖി, അയാൾ യഥാർത്ഥത്തിൽ സുഖവും അനുഭവിക്കുന്നവനാകുന്നു. നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ വഹിക്കുന്നതായി ഈ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇവയെല്ലാം നിയന്ത്രിച്ച് യോഗമാർഗത്തിലൂടെ പോകാൻ സാധിക്കുമോ എന്ന സംശയം എല്ലാവരിലും ഉണ്ടാകും. ആ ഒരു സംശയത്തെയാണ് ഇവിടെ ഭഗവാൻ ദൂരീകരിക്കുന്നത്. ഏതൊരാളാണോ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാമവും ക്രോധവും ഉദ്ഭവിക്കുന്നതായ ക്ഷോഭത്തെ ജയിക്കുവാൻ, തരണം ചെയ്യുവാൻ ശക്തനാകുന്നത്, അയാൾക്ക് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ, ജീവിച്ചിരിക്കെ തന്നെ യോഗിയായി തീരാനും അല്ലെങ്കിൽ ആത്മാരാമനായി തീരാനും ഒക്കെ സാധിക്കും എന്നാണ് ഭഗവാനോട് പറയുന്നത്. സാധാരണഗതിയിൽ മോക്ഷം എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്നത് ഇത് ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം കിട്ടുന്ന ഏതോ ഒരു പ്രത്യേകമായ സ്ഥാനമാണ് എന്നാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ മോക്ഷം അല്ലെങ്കിൽ ആത്മസുഖം എന്ന് പറയുന്നത് ശരീരം ഉള്ളപ്പോൾ തന്നെ, ശരീരം ത്യജിക്കുന്നതിന് മുൻപ് തന്നെ അനുഭവവേദ്യമാക്കാവുന്നതാണ് എന്നാണ്. അങ്ങനെ അനുഭവവേദ്യമാകുന്ന ആളുകൾക്ക് ഈ കാമങ്ങളിൽ നിന്നും ക്രോധങ്ങളിൽ നിന്നും എല്ലാം ഉണ്ടാകുന്ന ആ ക്ഷോഭത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ ശക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ആ യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അവർ അവിടെ വെച്ച് ശാശ്വതമായ സുഖത്തെ അനുഭവിക്കുകയും ചെയ്യും. അവർക്ക് ഭൗതികങ്ങളായിട്ട് എനിക്ക് എന്തെങ്കിലും സ്വകാര്യമായ സുഖം അനുഭവിക്കണമെന്നുള്ള ഭൗതിക വസ്തുക്കളോടുള്ള അഭിലാഷം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. അവർക്ക് യോഗമാർഗത്തിലൂടെ സ്വയം തന്നിൽ തന്നെ സുഖത്തെ കണ്ടെത്തുവാനും കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ശക്നോതി ഹൈവ യസ്സോടും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. യോന്തസ്സുഗോന്തരാരാമസ്തദാന്തർജ്യോതിരേവ യഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഃ അന്തഃ സുഖഃ അന്തരാരാമഃ തദാ അന്തർജ്യോതിഃ ഏവ യഃ സഹ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഃ അധിഗച്ഛതി. യഃ അന്തഃസുഖ, ഏതൊരാൾക്കാണോ തന്നിൽ തന്നെ സുഖം കണ്ടെത്താൻ സാധിക്കുന്നത്, അന്തരാരാമഃ, ആ തന്നിൽ തന്നെ സുഖത്തെ നേടിയിട്ട് അതിൽ വിഹരിക്കാൻ, അതിൽ സന്തോഷിക്കാൻ, രമിക്കാൻ സാധിക്കുന്നത്, തഥാ യഹ അന്തർജ്യോതിഃ ഏവ, അതുപോലെ തന്നെ ആ ആത്മപ്രകാശത്തെ സ്വയം കാണുവാനും ഒക്കെ സാധിക്കുന്നത്, സഹയോഗി, അപ്രകാരമുള്ള ആ യോഗിയാവട്ടെ, ബ്രഹ്മഭൂതഃ, ബ്രഹ്മമായി ഭവിച്ചിട്ട് ബ്രഹ്മനിർവാണം അധിഗച്ഛതി, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു.
ഏതൊരാളാണോ തന്നിൽ തന്നെ സുഖം കണ്ടെത്തുകയും അതിൽ തന്നെ വിഹരിക്കുകയും ആത്മപ്രകാശത്തെ ദർശിക്കുകയും ചെയ്യുന്നത്, ആ യോഗി ബ്രഹ്മമായി ഭവിച്ചിട്ട് ബ്രഹ്മനിർവ്വാണത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു യോഗിയാണോ തന്നിൽ തന്നെ ഇരിക്കുന്നതായ ആ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞിട്ട് ധ്യാനത്തിലൂടെ ആ ഈശ്വര ചൈതന്യത്തിൽ തന്നെ വിഹരിക്കുന്നവനായി സങ്കല്പിക്കുവാനും ആ ആത്മപ്രകാശത്തെ തൻ്റെ ഉള്ളിൽ തന്നെ ദർശിക്കുവാനും ഒക്കെ സാധിക്കുന്നത്, ആ യോഗിയാവട്ടെ ബ്രഹ്മഭൂതമായി അല്ലെങ്കിൽ ബ്രഹ്മമായി തന്നെ ഭവിച്ചിട്ട് ബ്രഹ്മ നിർവ്വാണം അധിഗച്ഛതി, ബ്രഹ്മനിർവ്വാണത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിരന്തരമായ ധ്യാനത്തിലൂടെ ധ്യാനവും ധ്യേയവും ഒന്നായി തീരും എന്നുള്ള സങ്കല്പമാണ് ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു തരുന്നത്. നമ്മൾ ഏതൊന്നിനെ നിരന്തരമായി ധ്യാനിക്കുന്നുവോ ആ വസ്തു അതുതന്നെ ആയിത്തീരുന്നു, അല്ലെങ്കിൽ ആ ജീവാത്മാവ് അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിരന്തരമായി ഈശ്വര ധ്യാനം ചെയ്യുന്ന ഒരാൾ അയാളുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈശ്വരമയമായി തന്നെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആ ഈശ്വരനിൽ തന്നെ മനസ്സിനെ രമിപ്പിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ മോക്ഷ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നാൽ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം കിട്ടുന്ന ഏതോ ഒരു അവസ്ഥ എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ കാമനകളെയും ഉപേക്ഷിക്കുന്നവരായിട്ട് കാമക്രോധോദ്ഭവം വേഗം എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അതെല്ലാം തരണം ചെയ്യുവാൻ കഴിയുന്നവരായി ശരീരം ഉള്ളപ്പോൾ തന്നെ മോക്ഷാവസ്ഥയെ പ്രാപിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള യോഗികൾ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നുകൊണ്ട് അവിടെ സ്വസ്ഥമായ അല്ലെങ്കിൽ ശാന്തമായ ആ ബ്രഹ്മചൈതന്യത്തോട് അലിഞ്ഞു ചേരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യോന്തസ് ഗോന്തരാരാമസ്തദാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷഃ. ഋഷയഃ ഏതൊരു ഋഷിമാരാണോ ക്ഷീണകൽമഷാഃ അവരുടെ കാലുഷ്യങ്ങൾ എല്ലാം ക്ഷീണിച്ചവരായിട്ട് അല്ലെങ്കിൽ പാപങ്ങളെല്ലാം നശിച്ചവരായിട്ട്, ഛിന്നദ്വൈത ദ്വൈതഭ്രമങ്ങൾ എല്ലാം ഛിന്നമായവർ നശിപ്പിക്കപ്പെട്ടവർ, യഥാത്മാനഃ നിയന്ത്രിക്കപ്പെട്ട മനസ്സോട് അല്ലെങ്കിൽ ആത്മനിയന്ത്രണം സാധിച്ചവരായിട്ട്, സർവഭൂതഹിതേരതാഃ എല്ലാ ജീവജാലങ്ങളുടെയും നന്മയിൽ താല്പര്യം ഉള്ളവരായി തീരുന്നത് അവർ ബ്രഹ്മനിർവാണം ലഭന്തേ ഋഷികൾ ബ്രഹ്മനിർവാണത്തെ നേടുന്നു. പാപം നശിച്ചവരും സംശയങ്ങളെല്ലാം തീർന്നവരും ആത്മനിയന്ത്രണം സാധിച്ചവരുമായ ഋഷികൾ എല്ലാ ജീവജാലങ്ങളിലും ആ ഈശ്വര ഭാവത്തെ ദർശിച്ചുകൊണ്ട് അവരുടെ എല്ലാം നന്മ ചെയ്യാനായിട്ട് തൽപരരായിരിക്കുന്ന ആ ഋഷികൾ ബ്രഹ്മസായുജ്യത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഋഷികൾ എന്ന് പറഞ്ഞാൽ അവർ തൻ്റെ തന്നെ ശ്രേഷ്ഠമായ ഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ മാത്രമായി ഒതുങ്ങുന്നില്ല. അവർ തന്നോടൊപ്പം ചുറ്റുപാടും ജീവിക്കുന്ന ജീവാത്മാക്കളെ കൂടി നന്മയിലേക്ക് ഉയർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് അവരുടെ പാപം നശിച്ചതായിട്ടും എല്ലാ സംശയങ്ങളും എല്ലാ ദ്വൈതഭ്രമങ്ങളും നീങ്ങിയവരായിട്ടും ആത്മനിയന്ത്രണം സാധിച്ചവരായിട്ടും ഒക്കെ
മറ്റുള്ള ജീവജാലങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിക്കുന്നത്. അങ്ങനെയുള്ളവർ നിശ്ചയമായും ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഭൗതികരായി അല്ലെങ്കിൽ ലൗകികരായിട്ടുള്ള ആളുകൾ ഒക്കെ അവരവരുടെ ഞാനെന്നും എൻ്റേതെന്നും കുടുംബമെന്നുമുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, ഈ ബ്രഹ്മനിർവ്വാണത്തിന് യോഗ്യരായിരിക്കുന്ന ഋഷിമാരാവട്ടെ അവരുടെ ഓരോ കർമ്മങ്ങളും ഓരോ ചലനങ്ങൾ പോലും മറ്റുള്ള ജീവജാലങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ടതായി സങ്കല്പിക്കുന്നു. സനാതന ധർമ്മത്തിൽ എല്ലായ്പ്പോഴും എനിക്ക് ക്ഷേമമുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവ്വലോകവും അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ എല്ലാം സുഖമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അവിടെ ഞാൻ എൻ്റേത് എന്നുള്ള സങ്കല്പത്തിന് അത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതാണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ ഞാൻ എന്നുള്ള ആ ഭാവം ഇല്ലാതാകുന്നത് അവിടെയാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ഈ ഞാൻ എന്ന സങ്കല്പം വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായ ചൈതന്യം തന്നെയാകുന്നു. കാരണം ഈ ആത്മചൈതന്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഈശ്വര ചൈതന്യത്തിന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറിയിരിക്കണം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതായ ഈ ചൈതന്യത്തിന് അങ്ങനെ മാറിയിരിക്കാനേ സാധിക്കുന്നതല്ല. കാരണം ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും ആ ചൈതന്യം ഒന്നു മാത്രമാണ് എന്നതുകൊണ്ടാണ്. അപ്രകാരമുള്ള ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യമുള്ള എല്ലാ ജീവാത്മാക്കളും ആ ഈശ്വരൻ്റെ സ്വരൂപങ്ങൾ തന്നെയാണ് എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നവരാണ് മോക്ഷമാർഗത്തിന് യോഗ്യരായി തീരുന്നത് എന്നാണ്. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.